ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിച്ചു. അതോടെ ദൈവത്തെ സ്തുതിക്കും മഹത്വപ്പെടുത്തുകയും ചെയ്തു. മേലുകാവ് കായ്സ് കത്തീഡ്രൽ സഭയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആരംഭിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. സൺഡേ സ്കൂളാണ് ആദ്യത്തെ ക്രിസ്മസ് കരോൾ സർവീസ് നടത്തിയത്. അതിനോടനുബന്ധിച്ച് എല്ലാ ഞായറാഴ്ചകളിലും വിവിധ സംഘടനകളുടെ കരോൾ സർവീസ് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെട്ടു. ആ കരോൾ സർവീസ് എല്ലാം കർത്താവായ യേശുവിൻ്റെ തിരുജനത്തിൻ്റെ ആ വലിയ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് വലിയൊരു ആഘോഷമായി നടത്തപ്പെട്ടു എന്ന് പറയുവാൻ സന്തോഷമുണ്ട്. ഇന്ന് ക്രിസ്തുമാസം 24-ാം തീയതി വൈകുന്നേരം ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ, അതിന് മുന്നോടിയായി ചേലക്കുന്ന് ജംഗ്ഷനിൽ ഈ സഭയുടെ ആഭിമുഖ്യത്തിൽ 13 ഭാഗങ്ങളിലുള്ളതായ ഗായസംഘങ്ങൾ അണിചേരുകയും അങ്ങനെ കത്തീഡ്രൽ സഭയിലേക്ക് വലിയ ഒരു റാലി ഇവിടെ നിന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഈ വർഷത്തെ ക്രിസ്മസ് മാത്രമല്ല, കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് 173 വർഷമായി ഇവിടെ സഭ രൂപം കൊണ്ടിട്ട് അന്നു മുതൽ ഇന്നുവരെയും അത് മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് അറിയുവാനായിട്ട് കഴിഞ്ഞത്. ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ മാറ്റ് കൂടുകയും വിവിധങ്ങളായ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും അങ്ങനെ വളരെ വളരെ മനോഹരമായ ഒരു റാലിയാണ് ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ അത് ഇവിടെ നിന്ന് ആരംഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും 2024 വർഷത്തെ ഈ ക്രിസ്മസ് എല്ലാവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലോകത്തിന് ലഭിക്കുവാൻ വേണ്ടിയുള്ളതായ സമാധാനത്തിൻ്റെ ദൂതുമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ദൂതന്മാരെ പറഞ്ഞത് സകല ജനത്തിനും ഉണ്ടാകുവാനായിട്ടുള്ള ഒരു മഹാസന്തോഷമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി എന്ന് പറയുകയും ആ ദൂതനോട് ചേർന്ന് സ്വർഗത്തിലെ വലിയൊരു സംഘം ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടിന് ഏറെ പ്രാധാന്യം ക്രിസ്മസ് പ്രോഗ്രാമുകൾക്ക് കൊടുക്കാറുണ്ട്. ഗാന ശുശ്രൂഷയാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നത്. ഇന്ന് 24-ാം തീയതി ഇന്ന് ദേവാലയ ശുശ്രൂഷയ്ക്ക് ശേഷം സഭയുടെ വിവിധ ഭാഗങ്ങളിലുള്ളതായ ഭവനങ്ങളിലേക്ക് 13 സംഘങ്ങളായി പോകുകയും നാളെ രാവിലെ 10:30 മണിക്കാണ് ദേവാലയത്തിൽ വെച്ചുള്ളതായ ക്രിസ്മസ് ആരാധന. ആ ആരാധന വരെയും വിവിധ വീടുകളിലെ വിവിധ ഭാഗങ്ങളിലായി അവർ പാടിക്കൊണ്ടിരിക്കും. അതിനുശേഷം 10:30 മണിക്കുള്ള ക്രിസ്മസ് ആരാധനയിൽ പങ്കുചേർന്നാണ് ക്രിസ്മസ് എൻ്റെ ഈ ആഘോഷം അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റ് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ളതായ ഒരു പരമ്പരാഗതമായ രീതിയിലുള്ളതായ ക്രിസ്മസ് ആഘോഷമാണ് ഇവിടെ നടക്കുക എന്നുള്ളത് പറയുവാനായിട്ട് വലിയ സന്തോഷമുണ്ട്. ഏതാണ്ട് 800ഓളം കുടുംബങ്ങളിൽ ഇന്ന് രാത്രികാലം വിവിധ ഗായസംഘങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. ഇതിൽ എല്ലാ കുടുംബങ്ങളും അതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അനേക പപ്പാമാരും അതുപോലെ തന്നെ ക്രിസ്മസ് വിളക്കുകളും ഒക്കെ ഇതിനകത്ത് അണിനിരക്കും. അവർക്കൊക്കെയും പ്രോത്സാഹന സമ്മാനം ദേവാലയത്തിൻ്റെ അംഗണത്തിൽ വെച്ച് നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. സമാധാന പ്രഭുവാകുന്ന കർത്താവിൻ്റെ ആ സമാധാനം ഈ ലോകത്തുള്ളതായ എല്ലാവർക്കും ലഭ്യമാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് സമാധാനത്തിൻ്റെ സന്ദേശമാണ് വാസ്തവത്തിൽ ഇതിലൂടെ കൊടുക്കുന്നത്. യെശയ്യാപ്രവചനം 9-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുവിനെ പ്രിയയെക്കുറിച്ച് പറയുന്നത് അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വ്യക്തിക്കും കൊടുക്കുവാൻ കഴിയാത്തതായ ലോക സമാധാനം, ലോകത്തിന് വേണ്ടിയുള്ള സമാധാനം കൊടുക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് പൂജാനം ചെയ്തു എന്നുള്ള ആ വലിയ ദൂത് അല്ലെങ്കിൽ ആ വലിയ സന്തോഷ വാർത്തയാണ് ക്രിസ്മസിന് മറ്റുള്ളവരോട് പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ സമാധാനം ഇന്ന് നൽകുവാൻ ഈ കർത്താവ് മതിയായവനാണ് എന്ന് ഒരിക്കൽ കൂടി സഭ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ വലിയ പ്രഖ്യാപനമാണ് ക്രിസ്മസിൽ ഇവിടെ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ക്രിസ്മസ് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരുവാനായിട്ട് ദൈവം ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ കാത്തിരിക്കുന്നതായ പുതുവർഷത്തിന്റെ എല്ലാ നന്മകളും
ഈ സമയത്ത് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.